ഹലോ, ഇന്നേക്ക് കാലയിൽ എഴുതൊക്കെ വേണ്ടിയതാച്ച്. ചക്കട ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നേരെ ചക്കടക്കാൻ പോയിറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ. എണീക്കാനേ തോന്നിയില്ല. പിന്നെ സമയം 10:30. അപ്പോൾ ചക്ക നോക്കി തേരാ പോരാ നടക്കണ എന്നെയാണ് കാണുന്നത്. ഓ മൈ ഗാഡ്. കഷ്ടപ്പെട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചക്കടപ്പെല്ലാം കഴിഞ്ഞ് പതിവ് ഹോട്ടലൊന്ന് മാറ്റി പിടിച്ച് പുതിയ ഹോട്ടലിലോട്ട് വന്നു. പൊറോട്ടയും സാമ്പാറും ഒരു വടയും കഴിച്ച്. മുട്ടക്കറിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 12-12:30 ആയപ്പം ചക്ക കയറ്റുന്നെടുത്ത് വന്ന് വയലിൻ്റെ നടുക്കുള്ള മുരുകൻ കോവിൽ. ഇത് നല്ല രീതിയിൽ കാണാൻ പറ്റും. അടുത്ത വീഡിയോ പറ്റിയും കാണിച്ചു തരാം. അങ്ങനെ നോമ്പിൻ്റെ സ്നാനം കഴിഞ്ഞിരിക്കണു. അഷ്ടാംഗ ഭോജനത്തിനായി ടേബിളിൽ വന്നപ്പോൾ കിട്ടി എനിക്ക് കഴിക്കാൻ പൊരിച്ച മീന്, കറി വെച്ച മീന്, അച്ചാറ്, അങ്ങനെ നീണ്ടൊരു നിരയൊന്നുമില്ല. ഒരു കൂട്ടാനും ഒരു കറിയും. അതൊക്കെ അങ്ങനെ കുത്തിക്കിട്ട് സുഖമായിട്ടിരുന്നപ്പം നേരെ പറഞ്ഞ് പാലോട്ടോടെ എന്ന്. അങ്ങനെ സൊസൈറ്റി എത്തി. മിൽമ നാടിൻ്റെ നന്മ എന്നൊന്നുമില്ലേ അല്ലേ. ഒരു പയ്യൻ ചൂണ്ടയിടിക്കുന്നു വയലിൽ. എന്തേലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പോയി നോക്കാം. അങ്ങനെ മുട്ടിയിരിക്കണത് സ്പോട്ടി എത്തി കിട്ടുമെന്ന് തോന്നുന്നു. ഉണ്ട ഇവനാണ് ഇട്ടിരിക്കണ ചൂണ്ട. അത് ഉണ്ട കിട്ടും. ഒന്നും കിട്ടാൻ പോണില്ല. ചുമ്മാ പെട്രോളും കളഞ്ഞ് വന്നത്. കാണുന്നു വയൽ. വിശാലമായ പട്ടശേഖരം. പണ്ട് പാടം, ഇപ്പോൾ പുല്ല്. അച്ഛി ഏതിലാ കയറിയണി? ഇതേതോ വളർത്തണ കുളമാണ്. മിക്കവാറും ഇടി കിട്ടും. ഇതാ മന്ദം പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോണ്. വല്ലതും കിട്ടുമോ അതോ ആളുകളെ അടി കിട്ടുമോ? വല്ലതും ഉണ്ടാടെ കളിയാ. ആണക്കുളം മരിച്ചുകൊണ്ടിട്ട് വലി കിട്ടി. നിങ്ങൾ കാണും. വലിയ തേങ്ങ വന്ന പെട്രോള് മിച്ചം. പറ വലി. മീന് കരയിൽ കയറി ഓടിയാടേ. എൻ്റെ മോനെ, ഇത് നടക്കുന്ന മീനാണ് ഉമ്മാർക്ക് കിട്ടിയത് കേട്ടാ. ആമ മരിച്ചു പൊക്ക്. കിട്ടി മോനെ, കിട്ടി. കരയിൽ കൂടുന്ന ഓടുന്ന സാധനം തന്നെ. ആമ കിട്ടി. ഇളക്കാൻ പറ്റുമോ? കാണി സൈഡിൽ തന്നെ ഇത് ഇളക്കിവിടാം. നമ്മളിതിനെ സ്വതന്ത്രനാക്കുന്നതായിരിക്കും. അല്ല, ഇത് കൊണ്ടുപോയിട്ട് നമുക്കെന്തെടുക്കാൻ? ഇത് ആരും ഉപയോഗിക്കത്തില്ലേ ആമനെ കഴിക്കാനോ അങ്ങനെയൊന്നും. കഴിച്ച ഗ്യാസ് ഭയങ്കര. അപ്പൊ കഴിച്ച കേസ് എനിക്കറിഞ്ഞൂടാ. ഇതിലെനിക്ക് പങ്കില്ല. ഇവനാണ് ചൂണ്ടയിട്ട്. ഞാൻ ചുമ്മാ ഇവനെ കൊണ്ടുവന്നതാണ്. രക്ഷാപ്രവർത്തനം. ഇതെടുക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ ചാവൂടാ പാവം. അതുകൊണ്ട് എടുത്തു വിടാം. ഇത് കുറച്ച് ഡാർക്ക് സീനാണ്. നിങ്ങൾ വീഡിയോ പിന്നെ കാണിച്ചു തരാം കേട്ടോ. വരൂ, നമുക്ക് രണ്ടാമത്തെ ചൂണ്ട നോക്കാം. അതിലും ആമ. നീയൊക്കെ ആമ കൊടുത്തിടെ കൊണ്ട് ചൂണ്ടയിട്ട്. അതിങ്ങോട്ടിട്. അതിനെടുത്ത് കരയിട്. അതൊരു വലിയ ആമ. ചൂണ്ടളയ്യാ. നിനക്ക് വിടാം. രണ്ടാമ കിട്ടി. ഉമാരിട്ട് മൊത്തം മീനില്ല, ആമ. ദാ ഒന്ന് കിടക്കുന്നു. ദാ അവൻ്റെ കയ്യിലൊന്ന്. ഇങ്ങോട്ടിട്. നാറുന്നുണ്ട് ചേട്ടാ നല്ല. രണ്ടാമ. അതൊക്കെ എന്ത് ചെയ്യാൻ? ഇതിനെ വിട്ടേ പറ്റൂ. ഒന്നിൻ്റെ ഭാഗ്യത്ത് ചൂണ്ടുണ്ട്. അത് ഇളക്കിയിട്ട് വിടണം. ഒന്ന് നോർമലായിട്ട് വിട്ടാൽ അത് ചൂണ്ടിളകി വന്ന്. ഇനിയും ഒന്നും കൂടെ ഉണ്ട്. ഇനി അതിലും ആമയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ. മീനുള്ള കുളം ആമക്കുളം. ആമയാ? ഒന്നുമില്ലേ? രക്ഷപ്പെട്ട്. ഇല്ലേ ഇനിയിപ്പം അതിൻ്റെ വായിക്കകത്ത് നീ കങ്കൂസ് ഇളകി ഭ്രാന്തനാവുമായിരുന്നു. വല്ലതും ഉണ്ടാ? കരയിലടക്കുന്നത് അതും കരയിൽ മിക്കവാറും ആമയായിരിക്കും. അതിലും ആമ തന്നെ. ഒന്ന് വരച്ചെടുത്ത് നോക്ക് നീ. അടിപൊളി. മഴ ശുഭം. എനിക്ക് മാറി. ബാക്കിതിനെ വിടാം. എന്തായാലും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഒന്നാത്തവൻ പോട്ടെ. എന്താ മച്ചത് ഓടത്താ. ഓടി അടുത്ത വിട്ടോ. താഴോട്ട് വിട്ടോ. പൊക്കോ. നീ അടുത്ത സ്വാതന്ത്ര്യം ആഘോഷിച്ചോ. ചത്തൊന്നുമില്ല ഏട്ടാ.
ഇനിയിപ്പം എങ്ങാനും വീഡിയോ 10 പേരുണ്ടോ ഓടി ഓടി പോയി മീൻ പ്രതീക്ഷിച്ചു 2 ആമ കിട്ടി. കാമ്പ് വളവിട്ടുണ്ടോ എന്ത് ചെയ്യാൻ? ആ ശരി എന്നാ, കണ്ടല്ലോ ആമേനെ കണ്ടല്ലോ. ശരി എന്നാ, അടുത്തെന്തോന്ന് മഴ പെയ്തു തുടങ്ങി. നേരത്തെ വീട്ടിൽ എത്തട്ടിപ്പം സീനാണ്. എന്താ അടുത്തത് ഉള്ള കാട് വഴിയെല്ലാം കയറി ചൂണ്ടയിട്ട് കിട്ടി 2 ആമ. പിന്നെ നേരെ വീട്ടിലോട്ടോ മഴ പെയ്തു തുടങ്ങി. സീനാണ്. ഇന്ന് രാവിലെ കുളിച്ചേ ഉള്ളൂ, ഇനി ഒരിക്കലും കൂടെ കുളിക്കാൻ വയ്യ. 2 ആമ കിട്ടി, 2 ആമ. 2 വിട്ട് പാവം ജീവിച്ചു പൊക്കോട്ടെ. മീൻ പ്രതീക്ഷിച്ച് കിട്ടി ആമ. ശരി എന്നാ. രാത്രി ഒരു സ്പ്രൈറ്റ് കുടിക്കാൻ വല്ലാത്തൊരാഗ്രഹം, വല്ലാത്തൊരു കഴപ്പ്. സ്പ്രൈറ്റ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബാക്കി നാളെ കാണാം.